കണ്ണൂർ മാലൂരിൽ കൃഷിയിടത്തിൽ കുടുങ്ങിയ പുലി ചത്തു. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ പന്നിക്കണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് മാറ്റിയിരുന്നു. ആന്തരിക അവയവങ്ങൾക്കുണ്ടായ പരിക്കാണ് കാരണം. സ്ഥലമുടമയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കും. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തായാലും ഈ സ്ഥലമുടമ ചെയ്ത ഒരു കൃത്യം അതാണ് ഈ പുലിയുടെ ജീവൻ എടുക്കാൻ ഇടയാക്കിയത്. എന്താണ് വനം വകുപ്പ് പറയുന്നത്? ഏത് വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുക്കുന്നത്? ഈ പന്നിയെ പിടിക്കാനായി കെണി വെച്ചത് സ്ഥലം ഉടമയാണോ പറമ്പിന്റെ ഉടമയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതാരാണ് എന്നുള്ളത് കണ്ടെത്തും എന്നാണ് വനം വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് പന്നിക്കെണിയിൽ ഈ പുലി കുടുങ്ങിയത്. രാവിലെ ഈ പുലിയെ കണ്ടെത്തുകയും അതിനുശേഷം വനം വകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്യുകയായിരുന്നു. വനം വകുപ്പ് ഈ കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. അങ്ങനെ ഒരു 10 മണിയോടുകൂടി ഈ പുലിയെ മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് മാറ്റി അവിടെ നിന്ന് പിന്നീട് അതിനെ വനം വകുപ്പിന്റെ ഈ കാട്ടിലേക്ക് വിടുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾക്ക് മുമ്പായിട്ടുള്ള ആരോഗ്യ പരിശോധന ഉൾപ്പെടെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനിടയിലാണ് പുലി ചത്തത്. പുലിക്ക് ആന്തരിക അവയവങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതാണ് പുലിയുടെ മരണത്തിന്റെ കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സ്ഥലം ഉടമയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കെണി വെച്ചത് ആരാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള അന്വേഷണത്തിനും വനം വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് പുലി ഈ കെണിയിൽ കുടുങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് മാലൂർ എന്ന് പറയുന്നത് ജനവാസ മേഖല കൂടിയാണ്. അവിടെ തൊട്ടടുത്തായിട്ട് വനമേഖലയും മറ്റ് ഒന്നും ഇത്തരത്തിലുള്ള കാടുകളോ ഒന്നും തന്നെ ഇല്ല. അവിടെ ജനവാസ മേഖലയിൽ ഈ പുലി കെണിയിൽ കുടുങ്ങിയത് വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഏതായാലും ഈ മയക്കുവെടി വെച്ച് കൊണ്ടുപോയതിന് പിന്നാലെയാണ് ഈ പുലി പന്നിശല്യമുള്ള മേഖലയാണ് നിലവിലല്ലേ? തീർച്ചയായും അവിടെ ഈ കൃഷിയിടങ്ങളിലും തോട്ടങ്ങളിലുമെല്ലാം കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായുണ്ട്. പലരും ഇത്തരത്തിൽ ഈ സ്ഥലങ്ങളിൽ പന്നിക്ക് പിടിക്കുന്നതിനായി കെണികൾ സ്ഥാപിക്കാറുണ്ട്. പന്നിയെ പിടിക്കുന്നതിനായി അങ്ങനെ സ്ഥാപിച്ച ഈ കെണിയിലാണ് പുലർച്ചയോടുകൂടി ഈ പുലി കുടുങ്ങിയത്. അതിനുശേഷം അവിടെ വെച്ച ഈ പുലി കെണിയിൽ കുടുങ്ങിയതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തത്. ഏതാണ് പുലർച്ചയോടുകൂടി 4 മണിയോടുകൂടി എന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ കൃത്യമായ ഒരു സമയത്തിൽ വ്യക്തതയില്ല. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് ഈ മയക്കുവെടി വെക്കുന്ന സംഘം ഉൾപ്പെടെ എത്തി പുലിയെ ഈ കൂട്ടിലേക്ക് മാറ്റി കൊണ്ടുപോയത്. ഏതായാലും ഈ വനം വകുപ്പ് പറയുന്നത് പുലിയുടെ ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്കാണ് ഈ മരണ കാരണം എന്നുള്ളതാണ്. മയക്കുവെടി വെച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. കൃത്യമായിട്ടുള്ള കാരണം ഈ കെണിയിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുണ്ടായ ആന്തരിക അവയവങ്ങളുടെ കേടുപാടാണെങ്കിൽ ഇപ്പോൾ സ്ഥലം ഉടമ ഇതിൽ പ്രതിയാകും. അതോടൊപ്പം തന്നെ കെണിവെച്ച ആളെ കണ്ടെത്തി പ്രതി ചേർക്കാനുള്ള ശ്രമം കൂടി വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ശരി, സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.